ഹലോ ഹലോ എന്താ എന്തൊക്കെയാ ആരാത്? ഇതാ ഈ എടുക്കുന്ന ആൾക്കാരൊക്കെ ഇതാരെന്നെ ചോദിക്കണേ. ഇത് അറിയാത്തവരാകുന്നോണ്ടാണല്ലോ ഇതാരാന്ന് ചോദിക്കുന്നേ. എനിക്ക് നല്ല പോലെ അറിയുന്ന ഒരാളാണ്. ആണോ? ഒന്ന് അറിയുന്ന ആളെ പേര് പറഞ്ഞേ കേക്കട്ടെ. ഇസ്മായിൽ. എന്താ ഇസ്മായിൽ? ഈ സൗണ്ട് കേട്ടിട്ട് നിനക്ക് ഒരു ആൺകുട്ടീന്റെ പോലെയാണോ തോന്നുന്നേ? അല്ല, ഇസ്മായിൽ എന്ന് പറഞ്ഞ ആളെയാണോ വിളിച്ചേ? അല്ല, നിന്റെ പേരാ പറഞ്ഞത്. അല്ല, നിങ്ങൾ വിളിച്ച ആളെ പേരെന്താന്ന് ചോദിക്കുന്നേ. ജാസ്മിൻ. ആണോ? ഇന്ന് ആളിപ്പോ ഇല്ല, പിന്നെ വിളിച്ചാ മതി. ഇത് ആള് തന്നെ ആണല്ലോ. അല്ലല്ലോ. ഹലോ, ഇയാള് തന്നെയാണ്. കാരണം എനിക്കറിയാം, ഞാൻ ഇയാള് ഇന്നെ കണ്ടിട്ടില്ല, ഇന്നെ കണ്ടിട്ടേ ഇല്ല. കാരണം എന്നെ കണ്ടിക്കണെങ്കിൽ ഇങ്ങനെ റിയാക്ട് ചെയ്ത് സംസാരിക്കൂല. ഞാൻ ഭയങ്കര ഗ്ലാമറാ. ആണോ? അത്രക്ക് വലിയ ഗ്ലാമറാ? അപ്പൊ പിന്നെ എല്ലാ പെൺകുട്ടികളും പിന്നാലെ വന്നു പോവല്ലോ. ഞാനങ്ങനെ അങ്ങനത്തെ ഒരാളേ അല്ല. എല്ലാ പെൺകുട്ടികളും പിന്നാലെ പോകുന്ന ഒരാളേ അല്ല. ആണോ? അല്ല, ഭയങ്കര ഗ്ലാമറാവുമ്പോ പിന്നെ അമിതാഭ് ബച്ചന്റെ ഹൈറ്റ് ഇയാൾക്ക് ഇഷ്ടമാണോ? പിന്നെ അത് ഇഷ്ടപ്പെടാത്ത ആരുണ്ടോ? അമിതാഭ് ബച്ചൻ ഹൈറ്റ് എനിക്ക്. ആണോ? നിലവോട്ട് തെങ്ങ് നോക്കുന്ന പോലെ നോക്കേണ്ടി വരൂലേ? ഷോ ഭയങ്കര കഷ്ടായിപ്പോയി. അത്ര പോരില്ല. അല്ല, അമിതാഭ് ഹൈറ്റ് എന്ന് പറയുമ്പോ ഭയങ്കര ഹൈറ്റ് ആയി പോയില്ലേ? ഇല്ല അത്രല്ല. ഇയാൾക്ക് മാച്ചാണ്. ഇയാൾക്ക് മാച്ചാണ്. അത് ഇയാള് പറഞ്ഞാ മതിയോ ഇയാൾക്ക് മാച്ചാണ്? എന്നാ നിന്നെ കണ്ട ഷുവർ ആയിട്ട് ഇഷ്ടപ്പെടും. കാരണം എന്താ വെച്ചാൽ ഞാൻ അത്ര പോലും ഹ്യൂമറിസ് ആണ്. ആണോ? നിങ്ങളെവിടുന്നാ കണ്ടത്? പൊളിച്ച വീടല്ലേ വീട്? അല്ലല്ലോ. ആണല്ലോ. പൊളിച്ചു പീടിയാന്ന് ആര് പറയുന്നത്? ഞാൻ പറയുന്നല്ലോ. ഞാൻ ബസാറിന്ന് കണ്ടിക്കണേ, കണ്ണാടിക്കന്ന് കണ്ടിക്കണേ, പൊളിച്ചു വീടിന്റെ അടുത്ത് കണ്ടിക്കണേ. ഞാൻ ഒരു സ്ഥലത്തുനിന്നൊക്കെ ഇയാളെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇന്നെ കാണാൻ സാധ്യതയില്ല. കാരണം ഞാനൊരു ഫിലിം ആക്ടറാണ്. എന്തോ? ഫിലിം ആക്ടർ. എന്ത്? ഫിലിം ആക്ടർ. ഫിലിം ആക്ടറോ? ഇസ്മായിൽ എന്നുള്ള പേരില് ഫിലിം ആക്ടർ ഇല്ലല്ലോ. അല്ല, അത്ര പോലെ ഫേമസ് ആയില്ല. നമ്മളെ മമ്മൂട്ടിനെ പോലെ മോഹൻലാലിനെ പോലെ ഒന്നും ആയില്ല. ഭാവിയിലൊരു പക്ഷേ ആയേക്കാം. അപ്പൊ ആവുന്നതിന് മുമ്പ് ഏതെങ്കിലും ഒരു കുളത്തിടാൻ വേണ്ടിട്ടല്ലേ? അങ്ങനൊന്നല്ല. കുളത്തിടാന്ന് പറഞ്ഞ ഒരു സ്റ്റൈലല്ല ഞാൻ നേരെ ചുവ കാര്യങ്ങൾ വെട്ടി തുറന്നൊക്കെ പറയും. ഓ, എന്നാ പിന്നെ നേരെ ചൊവ്വ കാര്യങ്ങൾ വെട്ടി തുറന്ന് പറയുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് വീട്ടിലോട്ട് വാ. അല്ലാതെ ഇങ്ങനെ വിളിച്ചിട്ട് ഞാൻ അമിതാഭ് ബച്ചന്റെ ഹൈറ്റ് ആണ്, ഞാൻ ഭയങ്കര വീട്ടിലോട്ടൊക്കെ വന്ന വീട്ടിൽ ഞാൻ എന്ത് പറയാനാ? വീട്ടിൽ വന്നിട്ട് വീട്ടിൽ ഞാൻ എന്ത് പറയാനാ? അല്ല, ഈ വിളിക്കുന്നതിന്റെ ഉദ്ദേശം എന്താ? വിളിക്കുന്നതിന്റെ ഉദ്ദേശം ഒരു ഇഷ്ടപ്പെട്ട് വിളിക്ക. ഇഷ്ടം എന്ന് പറഞ്ഞാൽ അത് പല തരത്തിലുള്ള ഇഷ്ടം ഉണ്ടല്ലോ. ഫ്രണ്ട്ലി. ഹലോ ഫ്രണ്ട്ലി. പക്ഷെ എനിക്ക് ഫ്രണ്ട്ലി വലിയ താല്പര്യമില്ല. ഇനി ഇങ്ങോട്ട് വിളിക്കണ്ട. വിളിച്ചാ പിന്നെ ഞാൻ വേറെ ആരെക്കൊണ്ടെങ്കിൽ വിളിപ്പിക്കും. ഇതിന് മുമ്പ് ഇങ്ങനെ വേറൊരാളെ കൊണ്ട് വിളിപ്പിച്ചിട്ടല്ലേ ഞാൻ പിന്നീട് തീരെ വിളിക്കാതായത്. അപ്പൊ ഇയാൾക്ക് പരിചയമില്ലായിരുന്നോ? ഒരു പരിപാടിയില്ല. ഇനി മര്യാദ വിളിക്കാതെ നിന്നോ, മര്യാദക്ക് നിൽക്കാണെന്ന് നിന്നോ, വെറുതെ പണി ഉണ്ടാക്കാൻ നിൽക്കണ്ട.